പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും ഈ വീഡിയോ കാണുന്ന ഏവർക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾ ഏവരെയും IAGM യക്കോബിലേക്ക് സ്വാഗതം ചെയ്യും. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഉണ്ടോ? അതിൻ്റെ പ്രാധാന്യത. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമതിൽ 2 ഘട്ടങ്ങളുണ്ടോ? കർത്താവിൻ്റെ വരവിന് മുൻപ് എന്തൊക്കെയാണ് സംഭവങ്ങൾ സംഭവിക്കുക എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ഇതിനു മുൻപ് അനവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം IAGM എക്കോ എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദയവായി ആ വീഡിയോകളെല്ലാം കണ്ട് സത്യങ്ങളെ ഗ്രഹിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നിങ്ങൾ ഏവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വിനീതമായി അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുൻപ് ഈ ഭൂമി ലോക ഏകാധിപതിയായി വെളിപ്പെടുവാൻ പോകുന്ന ഒരു ഭരണാധികാരിയാണ് എതിർക്രിസ്തു എന്ന് തിരുവചനങ്ങളിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എതിർക്രിസ്തുവിനെ കുറിച്ചും അവന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവൻ ഭരിക്കുന്നതായ അവന്റെ ഭരണഘടന കാലങ്ങളെക്കുറിച്ചും വിവിധ വീഡിയോകൾ കുറിച്ച് കാണാൻ കഴിയും. എന്നാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ യേശുക്രിസ്തുവിന്റെ വരവിനോടനുബന്ധിച്ച് അവന്റെ രണ്ടാം വരവിന് മുൻപ് ലോകത്തിൽ വെളിപ്പെടുവാൻ പോകുന്ന ലോക ഏകാധിപതിയായിരിക്കുന്ന തിരുവചനം വ്യക്തമായി വെളിപ്പെടുത്തുന്ന എതിർക്രിസ്തുവിനെ കുറിച്ച് അതിൻ്റെ വ്യക്തമായ ചില തെളിവുകൾ തിരുവചന അടിസ്ഥാനത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ എതിർക്രിസ്തു എന്നുള്ള പദപ്രയോഗം പുതിയ നിയമത്തിൽ 1 യോഹന്നാൻ 2-ാം അധ്യായം 18 മുതൽ 22 വരെ, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുകൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്കറിയാം. ഇനി 2 യോഹന്നാൻ 7-ാം വാക്യത്തിലും യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ ആകുന്നു. ഇവിടെ എതിർക്രിസ്തു എന്നുള്ള പദപ്രയോഗം കൊടുത്തിരിക്കുകയാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അപ്പോൾ 1 യോഹന്നാൻ 2 യോഹന്നാൻ ലേഖനങ്ങളിൽ വെറും 4 പ്രാവശ്യം മാത്രം എതിർക്രിസ്തു എന്നുള്ള പദപ്രയോഗം കൊടുത്തിരിക്കുന്നു. വേദപുസ്തകത്തിൽ മറ്റുള്ള ഭാഗങ്ങളിൽ എതിർക്രിസ്തു എന്നുള്ള പദപ്രയോഗം നേരിട്ട് പറഞ്ഞിട്ടില്ല. ഈ എതിർക്രിസ്തുവിനെ കുറിച്ച് പ്രധാനമായി 3 പദപ്രയോഗങ്ങൾ ഈ യോഹന്നാൻ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. 1-ാമത്തെ വാക്ക് എതിർക്രിസ്തു എന്നും 2-ാമത്തെ വാക്ക് എതിർക്രിസ്തുവിന്റെ ആത്മാവ് എന്നും 3-ാമത്തെ വാക്ക് അനവധി എതിർക്രിസ്തുക്കൾ എന്നുള്ള പദവും, ഇങ്ങനെ 3 പദങ്ങൾ എതിർക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1 യോഹന്നാൻ ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന എതിർക്രിസ്തു എന്നുള്ള വിഷയത്തിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിലും എതിർക്രിസ്തുവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു എന്നുള്ള നിലയിലുമാണ് അവിടെ എതിർക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എതിർക്രിസ്തു ആരാണ്? അവൻ എവിടെ നിന്നാണ് വരുന്നത്? അവന്റെ സ്വഭാവം ഏതൊക്കെയാണ്? ഏത് കാലത്താണ് എതിർക്രിസ്തു ലോകത്തിലേക്ക് വെളിപ്പെടുവാൻ പോകുന്നത് എന്നിത്യാദി കാര്യങ്ങളെ വളരെ വ്യക്തമായി തിരുവചന വെളിച്ചത്തിലൂടെ നമുക്ക് വരുന്ന ആളുകളിൽ ശ്രദ്ധിക്കാം. ഈ വീഡിയോയിൽ എതിർക്രിസ്തു ആരാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള 1-2 വിഷയങ്ങളെ നിങ്ങളോട് പങ്കുവയ്ക്കാം.
ഈ എതിർ ക്രിസ്തു ആരാണ് എന്നുള്ളത് തിരുവചന വെളിച്ചത്തിൽ നാം നോക്കിയാൽ വ്യാജ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന, പിശാചിന്റെ ആത്മാവിനാൽ പ്രവർത്തിക്കുന്ന ഒരു ലോക ഏകാധിപതിയാണ് എതിർ ക്രിസ്തു എന്ന് തിരുവചന വെളിച്ചത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഈ എതിർ ക്രിസ്തുവിനെ കുറിച്ച് വിവിധ പേരുകൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. പഴയ നിയമത്തിൽ അവന് എതിർ ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന പേരുകൾ എന്താണ്? പ്രവചന രീതിയിൽ 3 വാക്കുകളും വേദപണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം പ്രവചന വീക്ഷത്തിൽ 3 പേരുകളും പഴയ നിയമത്തിൽ കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. പഴയ നിയമത്തിൽ എതിർ ക്രിസ്തുവിനെ കുറിച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്ന 1-ാമത്തെ പേര് ചെറിയ കൊമ്പ് എന്നാണ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 8-ാം വാക്യത്തിലും 8-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലും പ്രവചനാത്മാവിൽ ചെറിയ കൊമ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2-ാമത്തെ പേര് ഉപായബുദ്ധിയുള്ള രാജാവ്. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഉപായബുദ്ധിയുള്ള രാജാവ് എന്നാണ് അവൻ വിളിക്കപ്പെടുന്നത്. 3-ാമത്തെ പേര് ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന രാജാവ്. ഇത് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 3-ാമത്തെ പേര് അവൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന രാജാവെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് വേദപണ്ഡിതന്മാരുടെ പ്രവചന വീക്ഷത്തിൽ അസൂർ രാജാവ് എന്നും സോർ രാജാവ് എന്നും ദുഷ്ടൻ എന്നും ഉള്ള 3 പദപ്രയോഗങ്ങൾ അവന്റെ പേരായി അവർ വിശേഷിപ്പിച്ചെടുത്തു പറയും. എന്നാൽ പ്രവചനാത്മാവിൽ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പേരുകൾ ചെറിയ കൊമ്പ്, ഉപായബുദ്ധിയുള്ള രാജാവ്, ഇഷ്ടംപോലെ പ്രവർത്തിക്കുന്ന രാജാവ് എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ 5 പേരുകൾ അവന് കൊടുത്തിരിക്കുകയാണ്. 2 തെസ്സലോനിക്യ 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അവന്റെ 1-ാമത്തെ പേര് നാശയോഗ്യൻ എന്നാണ്. 2-ാമത്തെ പേര് പാപ മനുഷ്യൻ. 2 തെസ്സലോനിക്യ 2-ാം അധ്യായം അതേ 3-ാമത്തെ വാക്യത്തിൽ. 3-ാമത്തെ പേര് അധർമ്മമൂർത്തി. 2 തെസ്സലോനിക്യ 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ. 4-ാമത്തത് എതിർ ക്രിസ്തു എന്നുള്ള പേരുണ്ട്. 1 യോഹന്നാൻ 2:18, 4:3, 2 യോഹന്നാൻ 7 എന്നീ വാക്യങ്ങളിൽ എതിർ ക്രിസ്തു എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. 5-ാമത്തെ പേര് മൃഗം എന്ന് പ്രവചന വീക്ഷത്തിൽ പറഞ്ഞിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ എതിർ ക്രിസ്തുവിനെ പ്രവചന വെളിച്ചത്തിൽ മൃഗം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ പഴയ നിയമത്തിൽ 3 പേരുകളും പുതിയ നിയമത്തിൽ 5 പേരുകളും എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എതിർ ക്രിസ്തു ആരാണ് എന്നുള്ളതിനെ കുറിച്ച് വേദപണ്ഡിതന്മാരുടെ ക്രിസ്ത്യാനികളുടെ ഇടയിലും വിവിധമായുള്ള വിവാദങ്ങളും വിവിധമായുള്ള ഉപദേശങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. 1-ാമത്തേത് യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാ ഇസ്കാരിയോത്ത് എന്നറിയപ്പെടുന്ന അപ്പോസ്തലൻ. അവൻ ഈ ഭൂമിയിൽ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്ന് എതിർ ക്രിസ്തുവായി കടന്നു വന്ന് ഭൂമിയെ അവൻ ഭരിക്കും എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. 2-ാമത്തത് റോമൻ കത്തോലിക്ക സ്ഥാപനത്തിന്റെ പോപ്പ് എതിർ ക്രിസ്തുവായി വരും എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. 3-ാമത്തത് റോമ സാമ്രാജ്യത്തിൽ
ഒരു കാലഘട്ടത്തെ ലോകത്തെ വിറപ്പിച്ച ഹിറ്റ്ലർ, നീറോ എന്നുള്ള ചക്രവർത്തിമാർ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഈ ഭൂമിയിൽ വന്ന് എതിർക്രിസ്തുവായി വാഴുമെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. തനിയുമല്ല, സമീപകാലങ്ങളിൽ സദാം ഹുസൈൻ എതിർക്രിസ്തുവായി വരുമെന്നും നമ്മുടെ അമേരിക്കൻ മുൻ പ്രസിഡന്റായിരുന്ന ബറാക് ഒബാമ എതിർക്രിസ്തുവാണ് എന്ന് സഭകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും പ്രസംഗിച്ച ആത്മീക ദേവദാസന്മാർ പോലും ഉണ്ട്. അങ്ങനെ ബറാക് ഒബാമ എന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം എതിർക്രിസ്തുവായി വരുവാൻ ചാൻസ് ഉണ്ടെന്നും ഇപ്പോൾ ഏറ്റവും അടുത്ത ഒരു അഭിപ്രായം കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തോടുകൂടെ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ലോകവ്യാപകമായി അറിയപ്പെടുന്ന എലോൺ മസ്ക്. അദ്ദേഹം എതിർക്രിസ്തുവായി വരുവാൻ സാഹചര്യങ്ങൾ ഉണ്ട് എന്നും ഇങ്ങനെ വിവിധ നിലകളിൽ എതിർക്രിസ്തുവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇന്ന് ഉടലെടുത്തു അതിങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോന്നിനെ കുറിച്ചും ചില വ്യക്തതകൾ നമുക്ക് വരുത്തുവാനുണ്ട്. ഇത് പറയുന്ന ഓരോരുത്തരുടെയും അഭിപ്രായ പ്രകാരം എതിർക്രിസ്തുവായി വരുന്നവൻ യൂദാ ഇസ്കാരിയോത്താണ്, അല്ലെങ്കിൽ റോമൻ കാത്തലിക് സഭ നേതാവായിരിക്കുന്ന പോപ്പാണ്, അതല്ല നവീന കാലത്തിൽ കാണപ്പെടുന്ന വ്യക്തിത്വങ്ങളാണോ എതിർക്രിസ്തുവായി വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം ഇതിലൂടെ നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാൻ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുകയാണ്. എതിർക്രിസ്തുവായി വെളിപ്പെടുവാൻ പോകുന്നവൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ചില സൂചനകൾ പ്രവചനങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 9 മുതൽ 11 വരയ്ക്കുമുള്ള തിരുവചന ഭാഗങ്ങളിൽ ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകും. അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തൻ ഉണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൊന്ന് ഇരിക്കേണ്ടതാകും. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-മത്തവനും 7 വരിൽ ഉൾപ്പെടുന്നവനും തന്നെ, അവൻ നാശത്തിലേക്ക് പോകുന്നു. അപ്പോൾ എതിർക്രിസ്തു എവിടെ നിന്ന് വരും എന്ന് പറയുന്നത് വ്യക്തിപരമായ നിലയിലല്ല. എതിർക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു അടയാളം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ വംശപരമ്പരയിലാണ് എതിർക്രിസ്തു വരേണ്ടത്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകും. അവ 7 രാജാക്കന്മാരുമാകും. 5 പേർ വീണുപോയി എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഈ ദർശനം കാണുമ്പോൾ 5 രാജ്യങ്ങൾ, 5 രാജാക്കന്മാർ നേരത്തെ തന്നെ വീണുപോയി, ഒരുത്തൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഈ ദർശനം കാണുമ്പോൾ ഒരു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യം എന്ന് പറയുന്നത് റോമാ സാമ്രാജ്യം. അപ്പോൾ ഒരു രാജ്യം യോഹന്നാന്റെ കാലത്ത് ഉണ്ട്, മറ്റവൻ ഇതുവരയ്ക്കും വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൊന്ന് ഇരിക്കേണ്ടതാകുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-മത്തവനും ആ 7 വരിൽ ഉൾപ്പെട്ടവനും തന്നെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇരുന്ന 5, യോഹന്നാന്റെ കാലത്തിലിരുന്ന 6, പിന്നീടത്തിൽ കുറഞ്ഞൊന്ന് കാലം ഇരിക്കുന്ന ഒരു വ്യക്തി 7, 8-മത്തെ രാജ്യമാണ് എതിർക്രിസ്തുവിന്റെ രാജ്യം.
അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 7 രാജ്യങ്ങളുടെ ക്രമത്തിൽ വന്ന് 8ാമത്തെ രാജ്യമായി വരുന്ന രാജ്യമാണ്, വ്യക്തിയാണ് എതിർക്രിസ്തു എന്ന് വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രവചന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേ കാര്യത്തെ തന്നെ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 8-ാം വാക്യത്തിലും, ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം വായിക്കുമ്പോൾ പ്രധാനമായി 4 മൃഗങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ 4 മൃഗങ്ങളും പ്രധാനമായി 4 രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളിൽ വരുമ്പോൾ 4ാമത്തെ മൃഗം ഘോരമായ ഒരു മൃഗം. ആ മൃഗത്തിൽ 10 കൊമ്പുകൾ ഇരിക്കുകയാണ്. ആ 10 കൊമ്പുകളുടെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ആ ചെറിയ കൊമ്പ് എന്ന് പറയുന്നതാണ് എതിർക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദീകരണ പഠനങ്ങൾ പിന്നീടുള്ള വീഡിയോകൾ നമുക്ക് ശ്രമിക്കാം. അപ്പൊ ദാനിയേൽ 7:8 പ്രകാരവും എതിർക്രിസ്തു യോഹന്നാൻ പറഞ്ഞതുപോലെ ഉള്ള രാജ്യങ്ങളുടെ വംശപരമ്പരയിലാണ് വരുന്നത്. ഇനി ദാനിയേൽ 8:9 വായിച്ചു നോക്കുമ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്, അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു, അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തിന് നേരെ ഏറ്റവും വലുതായി തീർന്നു. അവിടെയും ഈ ചെറിയ കൊമ്പ് എന്ന് പറയുന്നത് അവൻ യെരുശലേമിൽ മാത്രമല്ല ലോകം മുഴുവനും അവൻ ഭരിക്കും എന്നുള്ള സൂചനയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതും മുൻപേ കാണുന്ന ഈ രാജങ്ങളുടെ വംശപരമ്പരയിലാണ് കടന്നു വരുന്നത്. എതിർക്രിസ്തു ആരാണ് എന്നുള്ളതിനെ വ്യക്തമാക്കാൻ ഉള്ള ഒരു കാര്യം, എതിർക്രിസ്തു വരേണ്ടത് വ്യക്തിപരമായ നിലയിലല്ല, മറിച്ച് രാജാക്കന്മാരുടെയും പരമ്പരയിൽ നിന്നാണ് എതിർക്രിസ്തു വരേണ്ടത് എന്നാണ് വെളിപ്പാടും ദാനിയേൽ പ്രവചനവും വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുക. യൂദാ ഇസ്കാരിയോത്ത് എതിർക്രിസ്തുവായി വരുവാനുള്ള സാഹചര്യം ഉണ്ടോ? യൂദാ ഇസ്കാരിയോത്ത് എതിർക്രിസ്തുവാണോ? അതങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്നുള്ളതിന് അവർ പറയുന്ന കാരണങ്ങളെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. എതിർക്രിസ്തുവായി വരുന്നവൻ യൂദാ ഇസ്കാരിയോത്ത് എന്ന് അവർ വ്യാഖ്യാനിക്കുന്നതിന് 2 കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, യൂദാ ഇസ്കാരിയോത്തിനെ കുറിച്ച് യേശു ക്രിസ്തു പറയുമ്പോൾ അവൻ നാശയോഗ്യൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ച് തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യൻ അല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം, 12 ശിഷ്യന്മാരിൽ യൂദാ ഇസ്കാരിയോത്ത് എന്ന നാശയോഗ്യൻ അല്ലാതെ ആ 12 പേരിൽ മറ്റാരും നശിച്ചു പോയിട്ടില്ല. അപ്പോൾ യൂദാ ഇസ്കാരിയോത്തിനെ കുറിച്ച് യേശു പറയുന്നത് അവൻ നാശയോഗ്യൻ എന്നാണ്. അതേ പദപ്രയോഗത്തെ തന്നെ അപ്പോസ്തലനായ പൗലോസ് എതിർക്രിസ്തു വരുമ്പോൾ അവന്റെ പേര് നാശയോഗ്യൻ എന്നുള്ള പദപ്രയോഗം അവൻ കൊടുത്തിരിക്കുകയാണ്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും
നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. യേശു യൂദാസ് കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ നാശയോഗ്യൻ എന്നെ വിശേഷിപ്പിക്കുകയാണ്. പൗലൂസ് എതിർ ക്രിസ്തുവിനെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ അവൻ നാശയോഗ്യൻ എന്നുള്ള പദപ്രയോഗം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ യേശു പറഞ്ഞ നാശയോഗ്യൻ എന്ന് പറയുന്നതും പൗലൂസ് പറയുന്ന നാശയോഗ്യൻ എന്ന് പറയുന്നതും ഒരേ പേരിൽ ഒരേ അടയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എതിർ ക്രിസ്തുവായി വരുവാനുള്ളത് യൂദാ ഇസ്കാരിയോത്താണ് എന്നവർ പറയും. യൂദാ ഇസ്കാരിയോത്ത് എതിർ ക്രിസ്തുവായി വരും എന്ന് അവർ പറയുന്ന രണ്ടാമത്തെ വ്യാഖ്യാനം, എതിർ ക്രിസ്തു വരുന്നത് പാതാളത്തിൽ നിന്ന് കയറി വരുന്നു എന്നുള്ള പ്രവചന വെളിച്ചം വെളിപ്പാട് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ, നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതും ആകുന്നു. നീ കണ്ട മൃഗം നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ യൂദാ ഇസ്കാരിയോത്ത് നേരത്തെ ഉണ്ടായിരുന്നു. 2, ഇപ്പോൾ ഇല്ലാത്തത്. യൂദാ ഇസ്കാരിയോത്ത് ഇപ്പോൾ ഇല്ല. ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകും. അങ്ങനെ യൂദാ ഇസ്കാരിയോത്തിന് പാതാളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഈ ഭൂമിയിൽ ഭരിക്കാൻ കടന്നു വരും എന്നാണ് ഈ വാക്യത്തെ അവർ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. എതിർ ക്രിസ്തു വരുന്നത് 7 രാജ്യങ്ങളിൽ ഉൾപ്പെട്ട് 8ാമത്തെ രാജ്യത്തിന്റെ രാജാവായിട്ടാണ് എതിർ ക്രിസ്തു കടന്നു വരുന്നത്. യൂദാ ഇസ്കാരിയോത്താണ് എതിർ ക്രിസ്തുവായി വരും എന്ന് പറയുന്നതിന് അവർ പറഞ്ഞിരിക്കുന്ന 2 തെളിവുകൾ. ഒന്ന്, അവനെ നാശയോഗ്യനെന്ന് യേശു വിളിച്ചിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് അത് തന്നെ എടുത്തു പറയും. രണ്ടാമത്തത്, അവൻ അഗാധ കൂപത്തിൽ നിന്ന് അവൻ കയറി വരുന്നു. നേരത്തെ ഇരുന്നവൻ ഇപ്പോഴില്ല, ഇനി വരുവാൻ പോകുന്നവനാണ്. അതുകൊണ്ട് ഈ യൂദാ ഇസ്കാരിയോത്ത് എതിർ ക്രിസ്തുവായി ഉയർത്തെഴുന്നേറ്റ് കടന്നു വരും എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ ഇത് ശരിയാണോ എന്ന് ചിന്തിച്ചാൽ തികച്ചും ഇത് ശരിയല്ല. എന്തുകൊണ്ട്? യൂദാ ഇസ്കാരിയോത്ത് യേശുക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനായി കർത്താവ് തെരഞ്ഞെടുത്ത വ്യക്തിയാണ്. യൂദാ ഇസ്കാരിയോത്തെ സംബന്ധിച്ച് അപ്പോസ്തലന്മാരിൽ ഒരാൾ എന്നുള്ള പദവി അല്ലാതെ ഈ 7 രാജ്യങ്ങളുടെ പാരമ്പര്യത്തിൽ ആ ക്രമത്തിൽ യൂദാ ഇസ്കാരിയോത്ത് വരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വെളിപ്പാട് 17-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യത്തിന്റെ അടിസ്ഥാനത്തിലും ദാനിയേൽ 7-ന്റെ 8, 8-ന്റെ 9 എന്നീ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലും യൂദാ ഇസ്കാരിയോത്ത് ഈ 7 രാജാക്കന്മാരുടെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ വംശപരമ്പരയിൽ വരാത്തത് കൊണ്ട്, ഇല്ലാത്തത് കൊണ്ട് യൂദാ ഇസ്കാരിയോത്ത് ഏത് കാരണവശാലും എതിർ ക്രിസ്തുവായി വരുവാൻ പോകുന്നില്ല. അങ്ങനെ യൂദാ ഇസ്കാരിയോത്ത് എതിർ ക്രിസ്തു ആണ് എന്ന് പറയുന്ന വ്യാഖ്യാനങ്ങൾ തികച്ചും തിരുവചന വെളിച്ചത്തിന്, തിരുവചന പ്രവചനത്തിന് തികച്ചും വിരുദ്ധമാണ്. ഇനി രണ്ടാമത്തെ വ്യാഖ്യാനം, റോമൻ കത്തോലിക്ക സഭാ വിഭാഗത്തെ നേതൃത്വം കൊടുത്ത് നയിക്കുന്ന പോപ്പാണ് എതിർ ക്രിസ്തുവായി വരും എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പോപ്പ് എതിർ ക്രിസ്തുവായി വരും എന്ന് അവർ വ്യാഖ്യാനിക്കുന്നതിന്റെ കാരണം എന്താണ്? അവർ പറയുന്നത് ഇങ്ങനെയാണ്: പോപ്പിന്റെ തലയിൽ ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്.
ആ തൊപ്പിയിൽ ഒരു പദപ്രയോഗം എഴുതപ്പെട്ടിരിക്കും. ലത്തീൻ അക്ഷരത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആ പദപ്രയോഗം ഇങ്ങനെയാണ്: വികാരിയൂസ് ഫിലി ദേയ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ പോപ്പിന്റെ തലയിൽ വയ്ക്കപ്പെടുന്നതായ തൊപ്പിയിൽ അങ്ങനെയുള്ള ഒരു പദപ്രയോഗം ഇല്ല എന്നുള്ളത് സ്പഷ്ടമാണ്. എൻ്റെ അറിവിൽ ഉള്ളിടത്തോളം അങ്ങനെയുള്ള പദപ്രയോഗം അവിടെ വയ്ക്കുന്നില്ല എന്നാണ്. അത് സമസ്തം വിരുദ്ധം എന്നുമാണ് പലരും പറയുന്നുള്ളത്. ഈ വികാരിയൂസ് ഫിലി ദേയ് എന്നുള്ള പദത്തിന് ദ വികാർ ഓഫ് ദ സൺ ഓഫ് ഗാഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രന്റെ പ്രതിനിധി എന്നുള്ള അർത്ഥത്തിലാണ് ഈ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പേരിൽ തന്നെ എതിർ ക്രിസ്തുവിന്റെ സംഖ്യയായ 666 ഈ പേരിന്റെ അക്ഷരങ്ങളിൽ മറഞ്ഞിരിക്കുന്നു എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. ആ നിലയിൽ വികാരിയൂസ് ഫിലി ദേയ് എന്നുള്ള വാക്കിന്റെ ഓരോ അക്ഷരത്തിലും ഓരോ സംഖ്യകൾ അവർ ലത്തീൻ ഭാഷയിൽ അവർ കൊടുക്കുന്നുണ്ട്. വികാരിയൂസ് എന്നുള്ള വാക്കിന്റെ ഓരോ അക്ഷരത്തിലും ഓരോ സംഖ്യ ഉണ്ട്. വി എന്നതിന് 5, ഐ എന്നതിന് 1, സി എന്നതിന് 100, എ എന്നതിന് 0, ആർ എന്നതിന് 0, ഐ എന്നതിന് 1, വി എന്നതിന് 5, എസ് എന്നതിന് 0. അപ്പൊ ഇത്രയും കൂടി നോക്കുമ്പോൾ സംഖ്യ 112. ഇനി ഫിലി, ഈ ഫിലിയിലുള്ള എഫ് എന്നതിന് 0, ഐ എന്നതിന് 1, എൽ എന്നതിന് 50, ഐ എന്നതിന് 1, വീണ്ടും ഐ എന്നതിന് 1. ഇത്രയും ചേർക്കുമ്പോൾ 53 സംഖ്യ വരുന്നു. ഇനി ദേയ് എന്നുള്ള വാക്കിന് ഡി എന്നതിന് 500, ഇ എന്നതിന് 0, ഐ എന്നതിന് 1. ഇത്രയും ചേർത്തപ്പോൾ 501. അങ്ങനെ വികാരിയൂസ് എന്നതിൻ്റെ 112, ഫിലി എന്ന് പറയുന്നതിൻ്റെ 53, ദേയ് എന്ന് പറയുന്നതിൻ്റെ 501 ആകെ ചേർത്ത് 666 എന്ന സംഖ്യ തീർത്തും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ തന്നെ 666 വരുന്നു ആയതുകൊണ്ട് എതിർ ക്രിസ്തുവായി വരുന്നത് റോമൻ കാത്തലിക് പോപ്പാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവർ ധാരാളമുണ്ട്. പോപ്പ് ഏത് വിധേനയും എതിർ ക്രിസ്തുവായി വരുവാൻ തിരുവചനത്തിൽ ഒരു തെളിവുമില്ല. കാരണം പോപ്പ് എന്ന് പറയുന്നത് റോമയിൽ വാടികൻ സിറ്റിയിൽ റോമൻ കാത്തോലിക്ക സ്ഥാപനത്തിന്റെ നേതൃസ്ഥാനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഭരിക്കുന്ന കൊച്ചു രാജ്യം അത് ഒരു രാജ്യം എന്നുള്ളതിൽ അംഗീകരിക്കപ്പെട്ടിരുന്നാലും രാജ്യപരമായും മതപരമായും അത് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്കാണ് പോപ്പ് നിലനിൽക്കുന്നത്. എന്നാൽ ഈ പോപ്പ് വന്ന് എതിർ ക്രിസ്തു വരാനുള്ള, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിലും ദാനിയേൽ പുസ്തകത്തിലും പറഞ്ഞിരിക്കുന്ന പ്രകാരം എതിർ ക്രിസ്തു വരാനുള്ള ഈ 7 രാജ്യങ്ങളുടെ ക്രമത്തിൽ ആ പരമ്പരയിൽ 8ാമതായി വരാൻ ഉള്ള വ്യക്തി അല്ല. പോപ്പിന്റെ രാജ്യം ഒരു തനി രാജ്യമാണ്. ഈ 7 ഉൾപ്പെട്ട് 8ാമതായി വരേണ്ട രാജ്യമല്ല. എതിർ ക്രിസ്തു
ഭരിക്കുമ്പോൾ ലോകത്തിലുള്ള ഒരു നാമധേയ സഭ അവനോട് സഖ്യത ഉണ്ടാക്കും എന്ന് വെളിപ്പാട് 17 പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ 7 രാജ്യങ്ങളിലും 8ാമത്തെ രാജ്യത്തിലും സഭ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉള്ളതായി ഈ പ്രവചന വെളിച്ചത്തിൽ ഒരിടത്തും കാണുന്നില്ല. ആ വീക്ഷണത്തിൽ ചിന്തിക്കുമ്പോൾ എതിർ ക്രിസ്തുവായി വരുവാൻ ഒരിക്കലും പോപ്പിന് കഴിയുന്നില്ല എന്നുള്ളത് സ്പഷ്ടവും വ്യക്തവുമാണ്. മൂന്നാമത്തേത്, റോമ സാമ്രാജ്യത്തിൽ ചക്രവർത്തിയായിരുന്ന ലോകത്തെ വിറപ്പിച്ച ഒരു ചക്രവർത്തിയാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലർ മരിച്ചുപോയി. വീണ്ടും അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് എതിർ ക്രിസ്തുവായി കടന്നു വരും എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഹിറ്റ്ലർ വന്ന് എതിർ ക്രിസ്തുവായി വരും എന്ന് അവർ പറയുന്നതിന്റെ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നതിന്റെ കാരണം ഈ ഹിറ്റ്ലർ എന്ന പദത്തിനകത്ത് തന്നെ 666 എന്നുള്ള സംഖ്യ മറഞ്ഞിരിക്കുന്നു എന്നതാണ് അതിന്റെ കാരണം. ഡോക്ടർ കെപ്ലർ എന്നതായ ഒരു വേദപണ്ഡിതൻ അദ്ദേഹം പറയുന്നത് ഈ ഹിറ്റ്ലർ എന്നുള്ള പേരിൽ ഓരോ അക്ഷരത്തിലും ഓരോ സംഖ്യ ഉണ്ട്. ഈ പേര് ഗ്രീക്ക് പേരാണ്. ഈ ഗ്രീക്ക് പേരുള്ള ഓരോ അക്ഷരത്തിലും ഓരോ സംഖ്യ ഉണ്ട്. ആ നിലയിൽ വരുമ്പോൾ ഹിറ്റ്ലർ എന്ന വാക്കിന്റെ 1ാമത്തെ അക്ഷരം ഹൈച്ച്. ഹൈച്ചിന് സംഖ്യ 107. ഐയുടെ സംഖ്യ 108. ടിക്ക് 119. എൽ 111. ഇ 104. ആർ 117. അത് പറയാൻ കാരണം ഗ്രീക്ക് അക്ഷരത്തിൽ എക്ക് 100 എന്നും ബിക്ക് 101, സിക്ക് 102, ഡിക്ക് 103 ഈ നിലയിലാണ്, ഈ ക്രമത്തിലാണ് വരുന്നത്. ആ നിലയിൽ വരുമ്പോഴാണ് ഹിറ്റ്ലർ എന്നുള്ള പേരിന്റെ ഓരോ അക്ഷരത്തിലും ചേർത്ത് 666 എന്നുള്ള സംഖ്യ മറഞ്ഞിരിക്കുക. ഹിറ്റ്ലർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇരുന്നു, ഇപ്പോൾ ഹിറ്റ്ലർ ഇല്ല. ഇനി അവൻ പാതാളത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവൻ കടന്നു വരും, ലോകത്തെ എതിർ ക്രിസ്തുവായി ഭരിക്കും എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. ഈ ഹിറ്റ്ലർ എന്നുള്ളത് റോമ സാമ്രാജ്യത്തിന്റെ ഒരു ചക്രവർത്തി എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിച്ചാലും മരിച്ചുപോയ ഒരു വ്യക്തി വെള്ളസിംഹാസന ന്യായവിധിക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന ദുഷ്ടന്മാരുടെ കൂട്ടത്തിലാണ് ഹിറ്റ്ലറിൻ്റെതായ സ്ഥാനം. കാരണം അവൻ ദൈവത്തെ അംഗീകരിച്ചിട്ടില്ല, ദൈവകൽപ്പന അംഗീകരിച്ചിട്ടില്ല, യേശുക്രിസ്തുവിനെ വിശ്വസിച്ചിട്ടില്ല. ക്രിസ്ത്യാനികളെയും യഹൂദന്മാരും ഉൾപ്പെടെ ലക്ഷോപലക്ഷ ദൈവജനങ്ങളെ കൊന്നൊടുക്കിയ വ്യക്തി. അങ്ങനെ ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ പിന്നീടത്തിൽ അവൻ പുറത്ത് വരാൻ അവർക്ക് അനുവാദമില്ല, പാതാളത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അംഗീകരിക്കാതെ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത സകല മനുഷ്യരും മരിച്ചുപോയാൽ അവർ പാതാളത്തിൽ എന്നേക്കും യാതന അനുഭവിച്ചു കൊണ്ടിരിക്കും. അവർക്ക് പുറത്തു വരുവാൻ അധികാരമില്ല, അനുവാദമില്ല, പുറത്തു വരികയുമില്ല. അവർ പിന്നെ പുനരുത്ഥാനം പ്രാപിച്ചു വരും. എപ്പോഴെന്ന് പറഞ്ഞാൽ അന്ത്യ വെള്ളസിംഹാസന ന്യായവിധിക്ക് മുൻപ് അവർ ഉയർത്തെഴുന്നേറ്റു വന്ന് ന്യായവിധി പ്രാപിച്ച് എന്നേക്കുമായുള്ള നിത്യദണ്ഡനത്തിലേക്ക് അവർ കടന്നു പോകും. ഹിറ്റ്ലർ മനുഷ്യനാണ്. റോമ പരമ്പരയിൽ വരുന്നുണ്ടെങ്കിലും അവനൊരു മനുഷ്യനാണ്. മനുഷ്യൻ മരിച്ചുപോയാൽ അവൻ പുനരുത്ഥാനം പ്രാപിക്കുവാൻ
കഴിയുകയില്ല. എന്നാൽ കഴിയും. എപ്പോൾ? അന്ത്യനാളുകളിൽ വെള്ളസിംഹാസനം ന്യായവിധിക്ക് മുൻപ് മാത്രമേ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുകയുള്ളൂ. അതിനു മുൻപ് ഒരു മനുഷ്യനും പാതാളത്തിൽ നിന്ന് കയറി വരുവാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഹിറ്റ്ലറും എതിർ ക്രിസ്തുവായി വരുവാൻ ഒരു ചാൻസുമില്ല. നാലാമത്തത് AD 54 മുതൽ 68 വരയ്ക്കും ഭരിച്ചിരുന്ന നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളെ, ദൈവമക്കളെയും ധാരാളം ലക്ഷോപലക്ഷ ദൈവമക്കളെ കൊന്നുകളഞ്ഞ രക്തസാക്ഷിയാക്കിയ ഒരു വ്യക്തിയാണ് നീറോ ചക്രവർത്തി. ഈ നീറോ ചക്രവർത്തിയും എതിർ ക്രിസ്തുവായി വരാൻ ഇടയുണ്ട് എന്ന് വാദിക്കുന്നവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീറോയും എതിർ ക്രിസ്തു വരാൻ ചാൻസ് ഇല്ല. സദാം ഹുസൈൻ ലോകത്തെ വിറപ്പിച്ച വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം മരിച്ചുപോയി. ഇനി അന്ത്യവളസിംഹാസനം ന്യായവിധിക്കുന്നല്ലാതെ അതിനു മുൻപ് ഉയർത്തെഴുക്കുവാൻ ഉള്ള അധികാരം ദൈവം കൊടുത്തിട്ടില്ല, തിരുവചനം പറയുന്നില്ല. ഇനി മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ, അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം എതിർ ക്രിസ്തുവാൻ വരാൻ ഒരു സാഹചര്യവും ഇല്ല. കാരണം ഈ 7 രാജപരമ്പരയിൽ വരുന്ന വ്യക്തിയല്ല. ഇനി അടുത്ത് ഇപ്പോഴുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹവും ഈ 7 രാജ്യക്രമത്തിൽ വന്നിട്ടുള്ള വ്യക്തിയല്ല. അതുകൊണ്ട് എതിർ ക്രിസ്തുവായി വരുന്ന വ്യക്തി ഇവരാരുമല്ല. ഒന്ന് യൂദാ ഇസ്കാരിയോത്തല്ല. കാരണം അവൻ 7 വംശപരമ്പിൽ വരുന്നവൻ അല്ല എന്നുള്ളത് മാത്രമല്ല, അവൻ മനുഷ്യനാണ്, മരിച്ചുപോയി, പാതാളത്തിൽ പോയി. ഇനി അവൻ കടന്നു വരണമെങ്കിൽ വെള്ളസിംഹാസനം ന്യായവിധിയുടെ മുൻപാണ്. അതിനു മുൻപ് അവൻ ഉയർത്തെഴുന്നേറ്റ് വരാൻ ഒരു ചാൻസും ഇല്ല. 2 പോപ്പും എതിർ ക്രിസ്തുവായി വരാൻ ഉള്ള സാഹചര്യമില്ല. 3 ഹിറ്റ്ലർ എതിർ ക്രിസ്തുവായി വരാനുള്ള ചാൻസ് ഇല്ല. 4 നേരത്തെ പറഞ്ഞ നീറോയോ ആധുനിക കാലത്തിൽ ജീവിച്ചിരിക്കുന്ന ലോകരാഷ്ട്ര നേതാക്കന്മാരോ ഇവരാരുമല്ല എതിർ ക്രിസ്തുവാൻ വരുവാൻ പോകുന്നത്. പിന്നെ എതിർ ക്രിസ്തു ആരാണ് എന്നുള്ളതിന്റെ സത്യത്തെ നാം വ്യക്തമായി തിരുവചന വെളിച്ചത്തിലൂടെയും ചരിത്രരേഖകളിലൂടെയും നമുക്ക് ചിന്തിക്കുവാനുണ്ട്. ദൈവത്തിന് തിരിതമായാൽ വരുന്ന വീഡിയോകളിൽ ഈ എതിർ ക്രിസ്തുവായി വരുവാൻ പോകുന്നത് ആരാണ്, അവന്റെ അടയാളങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വളരെ ചുരുക്കമായി നമുക്ക് വരുന്ന വീഡിയോകളിൽ ഞാൻ വിശദീകരിക്കാം. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട്. കർത്താവിന്റെ വരവിന്റെ നാളുകൾ ആഗതമായി കൊണ്ടിരിക്കുന്നു എന്നുള്ള സപ്തനാദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന കാലം ഇത്. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ലോകത്തിൽ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തു വരവിന് മുൻപ് ലോക ഏകാധിപതിയായി വെളിപ്പെടുവാൻ പോകുന്ന എതിർ ക്രിസ്തു വെളിപ്പെടുവാനുള്ള കാലങ്ങൾ വളരെ സമീപത്തായിരിക്കുന്നു. അത് വിദൂരമല്ല. അതിന്റെ ലക്ഷണങ്ങളൊക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യത്തെ നാം മനസ്സിലാക്കി തിരുവചനങ്ങളെ വ്യക്തമായി നമുക്ക് വായിക്കുകയും ധ്യാനിക്കുകയും സത്യങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് എതിർ ക്രിസ്തുവിന്റെ കാലത്ത് നിന്ന് തെറ്റി ഒഴിയുവാൻ, ദൈവത്തിന്റെ കൃപ പ്രാപിപ്പാനും, കർത്താവിന്റെ വരവിൽ നാം എടുക്കപ്പെടുവാൻ, കർത്താവിന്റെ വരവിൽ നാം എതിരേൽക്കുവാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടും ദൈവവചന ധ്യാനത്തോടും നമുക്ക് അതിനായി ഒരുങ്ങാം. അടുത്ത വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ദൈവം തന്നെ നമ്മെല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ. മാരനാഥ.
May God bless you.